അനുഗ്രഹമാണ് കുടുംബം. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം തന്നെയാണ് കുടുംബത്തിൻ്റെയും സ്ഥാപകൻ. കുടുംബചരിത്രം ആരംഭിക്കുന്നത് ഏദനിലാണ്. പിന്നീട് കാലം കുടുംബത്തിൻ്റെ രൂപത്തിലും ഘടനയിലും ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തി. ക്രൈസ്തവ വിശ്വാസം അമൂല്യമായ സ്ഥാനമാണ് കുടുംബത്തിന് നൽകുന്നത്. ഉത്തമ കുടുംബം ഭൂമിയിൽ സ്വർഗമാണ് തീർക്കുന്നത്. എന്നാൽ സമകാലിക യുഗത്തിൽ കുടുംബങ്ങൾക്ക് കാലിടറുകയാണ്. ആത്മഹത്യ, മദ്യപാനം, വിവാഹമോചനം ഇവയിലൊക്കെയും അഭയം തേടുന്നവരുടെ എണ്ണം സംഖ്യാതീതമായി കൂടുന്നത് ഇത്തരം കാലിടർച്ച സമൂഹത്തിൽ വിളിച്ചോതുകയാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് ഗ്രഹാതുര സ്മരണകൾ നമുക്കേറെയുണ്ട്. ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിൽ ഇണങ്ങിയും പിണങ്ങിയും കൊടുത്തും വാങ്ങിച്ചും തല്ലിയും തലോടിയും ജീവിതം പങ്കിട്ടവരാണ് നമ്മുടെ പൂർവികർ. ജീവിത ക്ലേശങ്ങളോട് അവർ ഒരുമിച്ച് നിന്ന് പോരാടി. സുഖവും ദുഃഖവും പരസ്പരം പങ്കുവച്ചു. ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് ഉറങ്ങി, ഒരുമയോടെ സമൂഹത്തിന് നല്ല മാതൃക തീർത്തവരായിരുന്നു നമ്മുടെ പൂർവികർ. ഒത്തൊരുമയുള്ള കുടുംബങ്ങളാണ് സമൂഹത്തിന്റെ ശക്തിയും സൗന്ദര്യവും. വാല്യൂ ഓഫ് ഷെയറിംഗ്, വാല്യൂ ഓഫ് ഗിവിംഗ്, വാല്യൂ ഓഫ് കെയറിംഗ്, ഇത് ശരിയായ ക്രൈസ്തവ കുടുംബത്തിന്റെ നല്ല ലക്ഷണങ്ങളായി. ആദർശാത്മക കുടുംബ ബന്ധങ്ങൾക്ക് പരിണാമം വന്നുകൊണ്ടിരിക്കുകയാണ്. രൂപത്തിലും ഘടനയിലും മാത്രമല്ല, മൂല്യത്തിലും സ്വഭാവത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ദൃശ്യമാകും. കുടുംബജീവിതത്തിൽ നിലനിന്നിരുന്ന പങ്കിടലുകളും സ്നേഹപ്രകടനങ്ങളുമെല്ലാം നിത്യജീവിതത്തിൽ നിന്ന് സ്വപ്നലോകത്തിലേക്ക് മാറുകയാണ്. തിരക്ക് പിടിച്ച നഗരജീവിതം തന്നിലേക്ക് തന്നെ ഒതുങ്ങുവാൻ ആധുനിക മനുഷ്യനെ, കുടുംബങ്ങളെ നിർബന്ധിതനാക്കും. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്കും സൈബർ ഫാമിലിയിലേക്കും അവിടെ നിന്ന് അവ്യക്ത കുടുംബത്തിലേക്കുള്ള മാറ്റം കാലം നമുക്ക് വെളിവാക്കി തന്ന വലിയ സത്യമാണ്. സ്വന്തം സുഖമെന്ന ഒരു സങ്കല്പത്തിലേക്ക് കുടുംബം മാറുന്നു. അതിനാൽ മുതിർന്നവർ അവഗണിക്കപ്പെടുന്നു. മാതാപിതാക്കൾ കുടുംബത്തിൽ നിന്ന് തള്ളപ്പെടുന്നു. പുരുഷ മേധാവിത്വ സങ്കല്പം ചോദ്യം ചെയ്യപ്പെടുകയാണ്. മനുഷ്യ വ്യക്തിത്വം ശുഷ്കിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണും. സ്വാർത്ഥതയുടെ ലോകം കെട്ടിപ്പടുക്കുവാൻ വ്യക്തികൾ തയ്യാറാകുന്നത് കുടുംബത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുകയാണ്. സ്വാർത്ഥത പരസ്പരം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുന്നത്, സ്നേഹിക്കുവാനും സ്നേഹം നൽകുവാനും സാധിക്കാത്തത്, മദ്യപാനം, മയക്കുമരുന്ന്, വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ, മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഇവയൊക്കെയും വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരം ജീവിത സാഹചര്യങ്ങളുടെ നടുവിലാണ് ദുബൈ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കൊയിനോണിയ 2012 എന്ന പേരിൽ ഫാമിലി കോൺഫറൻസിന്റെ 4ാമത് വർഷത്തിലുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ വർഷത്തെ മുഖ്യ ചിന്താവിഷയം സെന്റ് മാത്യു ചാപ്റ്റർ 6:10, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. യേശുനാഥൻ ഓർമ്മിപ്പിച്ചതുപോലെ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. കുടുംബത്തിൽ ആ സ്വർഗം പണിയുവാൻ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് ഏവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഖലീൽ ജിബ്രാന്റെ പഥികൻ എന്ന് പറയുന്ന കഥാസംഹാരത്തിലെ ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്